ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് 204 മുതൽ 207 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 208 മുതൽ 218 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. 208ാമത്തെ നാമമന്ത്രം മാഹേശ്വരി. ഇവിടെ മാഹേശ്വരി എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. തെറ്റിദ്ധരിച്ചിട്ട് മഹേശ്വരി എന്ന് ജപിച്ചു പോരുത്. കാരണം 750ാമത്തെ നാമമന്ത്രത്തിൽ മഹേശ്വരി എന്ന നാമമന്ത്രം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ മാഹേശ്വരി എന്താണെന്ന് ഇത് മൊത്തം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മഹേശ്വരനെ സംബന്ധിച്ചവൾ. ദേവി മഹാത്മ്യത്തിൽ സപ്തമാതൃക്കളിൽ ഒന്നായ മാഹേശ്വരി ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട്. 8ാമത്തെ അധ്യായം രക്തബീജവധം, ശ്ലോകം 15. മാഹേശ്വരി വൃഷാരൂഢ ത്രിശൂലവരധാരിണി മഹാഹിവലയാ പ്രാപ്ത ചന്ദ്രലേഖാ വിഭൂഷണ. ഇതാണ്. അപ്പോൾ മഹാദേവന്റെ ശക്തിയായ മാഹേശ്വരി ദേവി സപ്തമാതൃക്കളിൽ ഒരാളെ ദേവി, അതും ശ്രീ ലളിതാ മഹാ ത്രിപുരസുന്ദരി തന്നെയാണെന്ന് ഇവിടെ വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നു. 209ാമത്തെ നാമമന്ത്രം മഹാദേവി. ഈ നാമമന്ത്രങ്ങളൊക്കെ പദം പിരിക്കേണ്ടതായി അത്ര ആവശ്യമില്ലാത്തത് കൊണ്ട് അതൊന്നും പദം പിരിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും ആവശ്യമുള്ള നാമമന്ത്രങ്ങൾ മാത്രമേ പദം പിരിച്ചിട്ടുള്ളൂ. മഹാദേവി എന്നാൽ മഹതിയായ ദേവി, ദേവീരൂപങ്ങളായ ശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠയായവൾ, അത് മഹാദേവി, മഹാദേവ പത്നി. 210ാമത്തെ നാമമന്ത്രം മഹാലക്ഷ്മി. ഇവിടെ മഹാലക്ഷ്മി എന്ന് കഴിഞ്ഞ് വിസർഗമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൃഡപ്രിയ എന്നുള്ള നാമമന്ത്രം 211. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് കഴിഞ്ഞിട്ട് മൃഡപ്രിയ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പോൾ മഹാലക്ഷ്മി, അവിടെ ലക്ഷ്മി ലക്ഷ്മി എന്ന് ഉച്ചരിക്കരുത്. ലക്ഷ്മി, ആ ക കേൾക്കണം. മഹാലക്ഷ്മി ഇങ്ങനെ തന്നെ ഉച്ചരിക്കേണ്ടതാണ്. പിന്നെ വിസർഗം കൂട്ടേണ്ട ആവശ്യമില്ലാതെ ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ മഹാലക്ഷ്മി, മഹാലക്ഷ്മി ആരാണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് ശ്രീ ദേവി മഹാത്മ്യത്തിലെ പ്രാധാനിക രഹസ്യത്തിൽ സുമേധസ് മഹർഷി സുരഥ മഹാരാജാവിനോട് പറയുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം, കേട്ടോളൂ. അല്ലയോ രാജാവേ, എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിമാർക്കും ഈശ്വരിയായുള്ളവൾ മഹാലക്ഷ്മി തന്നെ ആണെന്ന് വേദശാസ്ത്ര പുരാണേതിഹാസോപനിഷത്തുക്കൾ സമ്മതിക്കുന്നു. ആകൃതിയോട് കൂടാത്തവളും മാംസചക്ഷുസ്സുകൾക്ക് വിഷയമായ ആകാരത്തോട് കൂടിയവളും ആലക്ഷ്യ സ്വരൂപങ്ങളെ വഹിക്കുന്നവളും മഹാകാള്യാദി പല നാമങ്ങളെ ധരിക്കുന്നവളും ആ മഹാലക്ഷ്മി തന്നെ. മഹാമായാദി നാമങ്ങളെ കൊണ്ടും മഹാവിദ്യാദി നാമങ്ങളെ കൊണ്ടും നിരൂപിക്കപ്പെടുന്നവളും ഈ മഹാലക്ഷ്മിയാകുന്നു. ഈ മഹാലക്ഷ്മി അന്യമായി ഏതു നാമം കൊണ്ടും നിരൂപിക്കപ്പെടുന്നവളല്ല, സർവനാമങ്ങളെ കൊണ്ടും നിരൂപിക്കപ്പെടുന്നവൾ തന്നെയാകുന്നു. അപ്പോൾ അതാണ് ഇവിടെ മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയിൽ നിന്ന് തന്നെയാണ് മഹാകാളിയും മഹാസരസ്വതിയും പിന്നെ മിഥുനത്രയങ്ങളും എല്ലാവരും ഉണ്ടാകുന്നത്. അപ്പോൾ ആ മഹാലക്ഷ്മി സാക്ഷാൽ ലളിതാ മഹാ ത്രിപുര സുന്ദരി തന്നെയാണെന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. അതുകൂടാതെ പാൽക്കടൽ കടഞ്ഞപ്പോൾ, പാലാഴിമഥനം നടക്കുമ്പോൾ പാൽക്കടലിൽ നിന്നുണ്ടായ ചതുർദശ രത്നങ്ങളിൽ 4 കൈകളോട് കൂടിയ മഹാലക്ഷ്മി, അതും അമ്മയുടെ അംശാവതാരമായ മഹാലക്ഷ്മി തന്നെ, വിഷ്ണുവിൻ്റെ ശക്തി, ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും അധിദേവത. ഇനി 211ാമത്തെ നാമമന്ത്രം മൃഡപ്രിയ. പ്രിയ, മൃഡപ്രിയ. ഇവിടെ ഡാ ശ്രദ്ധിക്കണം. മൃഡ എന്ന് ഉച്ചരിക്കരുത്, മൃട്ട എന്നും ഉച്ചരിക്കരുത്. ഇവിടെ ഡമരു അല്ലെങ്കിൽ ഡപ്പി എന്നൊക്കെ എഴുതുന്ന ആ ഡായാണ്. മൃഡപ്രിയ. പ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് ഉച്ചരിച്ചാൽ കുറച്ചുകൂടി നന്നായി. മൃഡപ്രിയ. അപ്പോൾ വിശ്വസ്ഥിതികർത്താവും സത്വഗുണരൂപിയുമായ ഭഗവാൻ ശിവന് മൃഡൻ എന്നുള്ളൊരു പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട്
മൃഡന് പ്രിയമായുള്ളവൾ, അതാണ് മൃഡപ്രിയ. ശിവപ്രിയ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ മൃഡപ്രിയ. അപ്പോൾ ഇനി ചൊല്ലേണ്ട കാര്യം, മഹാലക്ഷ്മി എന്ന് കഴിഞ്ഞ് വിസർഗം വരുന്നത് കൊണ്ട് പിന്നെ വീണ്ടും മാ വരുന്നുണ്ട്, മൃഡപ്രിയ. അപ്പം അതുകൊണ്ട് മഹാലക്ഷ്മീർ മൃഡപ്രിയ എന്നാണ് ജപിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് താഴെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കറുത്ത അക്ഷരത്തിൽ മഹാലക്ഷ്മീർ മൃഡപ്രിയ എന്ന് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഓ ചോ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഒരുമിച്ച് ചൊല്ലേണ്ടതാണ്. മഹാലക്ഷ്മീർ മൃഡപ്രിയ എന്ന് ഉച്ചരിക്കേണ്ടതാണ്. 212 നാമമന്ത്രം മഹാരൂപ. രൂപ മഹാരൂപ, മഹത്തായ രൂപത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം. ദേവീ മഹാത്മ്യത്തിൽ മഹിഷാസുരൻ ദേവിയെ കാണുന്ന ഒരു രംഗം വർണ്ണിച്ചിട്ടുണ്ട്. സർവ ദേവശരീരജയായ മഹാലക്ഷ്മി ശരീരശോഭ കൊണ്ട് 3 ലോകങ്ങളും വ്യാപിച്ച് നിൽക്കുന്ന ആ ഒരു രൂപം, ആ മഹത്തായ രൂപത്തെ തന്നെയാണ് ഇവിടെ മഹാരൂപ എന്ന് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ മഹാരൂപയായ മഹാദേവി സാക്ഷാൽ ലളിത ത്രിപുര സുന്ദരി തന്നെ എന്ന് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. 213 നാമമന്ത്രം മഹാപൂജ്യ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൂജ്യ, ആ ജ്യ എന്നൊക്കെ ശരിക്കും കേൾക്കണം. മഹാപൂജ എന്നൊന്നും ചൊല്ലിപ്പോകരുത്, മഹാപൂജ്യ എന്ന് തന്നെ വരണം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ. മഹാന്മാർ എന്ന് പറഞ്ഞാൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് തുടങ്ങിയവരാണ്. അഗസ്ത്യാദി മഹർഷിമാരും ദേവന്മാരും ദേവിയെ പൂജിക്കുന്നു. പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ജഗദംബ മഹാപൂജ്യയാണ്. ഇനി 214 നാമമന്ത്രം മഹാപാതകനാശിനി. നാശിനി, മഹാപാതകനാശിനി. ഇവിടെ പാതകം എന്നൊക്കെ ഉച്ചരിച്ച് പോകാറുണ്ട്. നമ്മൾ മലയാളം ഉച്ചരിക്കുന്നത് പോലെ നമ്മൾ മഹാപാതകം എന്നൊക്കെയാണ് ഉച്ചരിക്കുക. ഇവിടെ പാതകമാണ്. അവിടെ ത എന്ന് തന്നെ കേൾക്കണം. മന്ത്രങ്ങളാണ്. മഹാപാതകനാശിനി, മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്ന് തന്നെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നവരുടെ മഹാപാപങ്ങൾ എത്ര തന്നെയായാലും ദേവീനാമങ്ങൾ ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നത് കൊണ്ട് ആ മഹാപാപങ്ങളൊക്കെ നശിക്കുന്നുവെന്ന് ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 215 നാമമന്ത്രം മഹാമായ. മഹത്തായ മായാരൂപമുള്ളവൾ. ഇതിനെക്കുറിച്ചിട്ട് മധു കൈടഭവതം ശ്രീദേവി മഹാത്മ്യം അധ്യായം 1 സുമേധസ്സു മഹർഷി സുരഥ മഹാരാജാവിനോട് പറയുന്നു, ആ മഹാമായ തന്നെയാണ് ലോകനാഥനായ മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്ര. ആ മഹാമായയാൽ ജഗത്ത് മുഴുവൻ മോഹിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മഹാമായ. മഹാകാളിയുടെ അവതാരത്തെക്കുറിച്ചിട്ടാണ് ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ആ മഹാകാളിയായ ആ മഹാമായ, അതും ശ്രീ ലളിത ത്രിപുര സുന്ദരി തന്നെ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. ഇനി 216 മഹാസത്വ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മഹാസത്വ, താ പ്ലസ് വായാണ്. മഹാസത്വ എന്ന് തന്നെ ജപിക്കേണ്ടതാണ്. അക്ഷരങ്ങൾ എത്രത്തോളം സ്ഫുടമാക്കി ജപിക്കാൻ സാധിക്കുമോ അത്രത്തോളം മന്ത്രസ്പന്ദനങ്ങളുണ്ടാവും. അപ്പോൾ മഹത്തായ സത്വഗുണം, ആ സത്വഗുണം തന്നെ രൂപമായവൾ. കാരണം സത്വരജസ് തമോ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സത്വഗുണമാണ്. ആ സത്വഗുണം തന്നെ രൂപമായവളാണ് മഹാസത്വ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത്. 217 നാമമന്ത്രം മഹാശക്തി. ഇവിടെ മഹാശക്തി കഴിഞ്ഞ് വിസർഗമുണ്ട്. മഹത്തായ ശക്തികളോട് കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം. സർവ്വലോകങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരക, അതാണ് മഹാശക്തി. ഇവിടെ ഉച്ചരിക്കുമ്പോൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശക്തി എന്ന് തന്നെ ഉച്ചരിക്കുക. ശക്തി എന്നാൽ കാ സൈലൻ്റായിട്ട് താ മാത്രമേ പുറത്തേക്ക് കേൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവാൻ കുറച്ചുകൂടി നല്ലത് മഹാശക്തി എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെ ഉച്ചരിക്കുക. മഹാശക്തി
വിസർഗമാണ്. അതിനുശേഷം അടുത്ത നാമമന്ത്രം 218 മഹാരഥി, ഇതും വിസർഗമുണ്ട്. ഈ രണ്ട് നാമമന്ത്രങ്ങളും ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത്. അത് ഞാൻ അതിനെക്കുറിച്ചിട്ട് മഹാരഥിയുടെ അർത്ഥം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. മഹാരഥി ഇങ്ങനെ തന്നെ ഉച്ചരിക്കേണ്ടതാണ്. വിസർഗം അവസാനം കൂട്ടി ജപിക്കേണ്ടതാണ്. മഹാരഥി എന്നാൽ രതി എന്നാൽ വിഷയരതിയെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഇതിൽ വരാൻ വളരെ സാധ്യതയുള്ളൊരു നാമമന്ത്രമാണിത്. മഹാരഥി മഹത്തായ ആനന്ദത്തോടു കൂടിയവൾ എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഭക്തർക്ക് ആനന്ദം അരുളുന്നവൾ. ശരിക്കും താൽക്കാലികമായ വിഷയരതിയേക്കാൾ മഹത്തായ പരമാനന്ദം ദേവി ഉപാസന ചെയ്ത് മുന്നോട്ട് പോകുന്ന ഉപാസകന് കുണ്ടലിനി ശക്തി ഉണർന്നിട്ട് ദിവസങ്ങളോളം കുണ്ടലിനി ശക്തിയുടെ അമൃതധാര, ശിവശക്തി സംയോഗം ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. ശിവശക്തി സംയോഗമുണ്ടായി സഹസ്രാര പത്മത്തിൽ അവിടെ നിന്ന് ആ അമൃതധാര 72 നാഡികളെയും പ്ലവനം ചെയ്യിപ്പിക്കുന്നു. അതിൽ ആ ഉപാസകൻ പരമാനന്ദ നിർവൃതിയിലാകുന്നു. അത് ദിവസങ്ങളോളം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം മഹത്തായ ആനന്ദം നൽകുന്നവൾ, അതാണ് ഇവിടെ മഹാരഥി. അപ്പോൾ ഇനി നമ്മൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മഹാശക്തി പ്ലസ് മഹാരഥി എന്ന് വരുമ്പോൾ അവിടെ മഹാശക്തി കഴിഞ്ഞ് വിസർഗം, അത് കഴിഞ്ഞിട്ട് വീണ്ടും മാ വരുന്നത് കൊണ്ട് ഇർ ആയി മാറും. നേരത്തെ നമ്മൾ കണ്ടതാണത് മഹാലക്ഷ്മീർ മൃഡപ്രിയ എന്ന്. അപ്പോൾ മഹാശക്തിർ മഹാരഥി എന്ന് വരണം. മഹാശക്തിർ മഹാരഥി വിസർഗം കഴിഞ്ഞിട്ട് ഇർ വന്നു, പിന്നെ മാ ദ്വിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മഹാശക്തിർ മഹാരഥി ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ പറഞ്ഞ സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അതിൽ കൂടുതലായിട്ട് വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ കൂടെ അതിനുള്ള മറുപടി നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ദേവി ഉപാസനയിൽ കൂടി മുന്നോട്ട് പോയി. ഇതിൻ്റെ ദേവി ഉപാസനയുടെ ഒരു ആദ്യത്തെ ചവിട്ടുപടിയാണിത്. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം അക്ഷരസ്ഫുടതയോടുകൂടി ജപിക്കുക എന്നുള്ളത്. അങ്ങനെ ജപിച്ച് സ്ഫുടമായി, അങ്ങനെ ഒരു പ്രേരക ഗുരു, അതായത് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അയാളിൽ കൂടി, ആ ആചാര്യനിൽ കൂടി അത് വീണ്ടും മുന്നോട്ട് ഒരുപാട് ആ ഉപാസകനെ മുന്നോട്ട് നയിക്കുന്നു. അവസാനം ഏറ്റവും യോഗ്യനായ ഒരു ഗുരുവിലേക്ക് മഹാമന്ത്രങ്ങൾ സ്വീകരിക്കാനായിട്ട് അമ്മ തന്നെ ആ ഉപാസകനെ അല്ലെങ്കിൽ ഉപാസകയെ എത്തിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾക്ക് ലഭിക്കേണ്ട ഒന്നാണ് മഹാരഥി, ആ പരമാനന്ദം. അപ്പോൾ ആ പരമാനന്ദം ലഭിക്കാനായിട്ട് ആ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീമാത്രേ നമഃ.